ഹായ് ഫ്രണ്ട്സ്, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഇവിടെ റിമി ടോമിയുടെ ഗാനമേളയുണ്ട് കേട്ടോ. അത് കാണാൻ വേണ്ടി പോകാൻ തുടങ്ങുമോ ഞങ്ങൾ. പോയിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങളെ ഇടയ്ക്ക് ഞാൻ കാണിക്കാവേ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. എല്ലാവരും കണ്ടിട്ട് ഒത്തിരി നാളായി. ഇപ്പോൾ ഇവിടെ തണുപ്പൊക്കെ തുടങ്ങി. പിന്നെ തണുപ്പാണെങ്കിലും റിമി ടോമിനെ കാണാനുള്ള ആകാംക്ഷ കൊണ്ടും ഇഷ്ടം കൊണ്ടും പോവുക. നമ്മൾ ഇത്രയും ഫ്രണ്ട്സ് ഒന്നിച്ചാണ് പോയതേ. എന്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞു അനുജന്മാർക്കും നമസ്കാരം. എന്തുമാത്രം ആളായിരുന്നു എന്നറിയാവോ? ഇത് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്കൊന്ന് ഓസ്ട്രേലിയയിൽ തന്നെ ഇത് 10ാമത്തെ സ്റ്റേജായിരുന്നു റിമിയുടെ. പെർത്തിൽ ഫസ്റ്റ് സ്റ്റേജ്. എന്നിട്ട് ആദ്യത്തേൽ സീറ്റ് എല്ലാവർക്കും കിട്ടാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു അവർ പിറ്റേ ദിവസം കൊണ്ട് ഒരു ഷോയും കൂടെ എക്സ്ട്രാ വെച്ചേക്കുക. ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമായിരുന്നു കേട്ടോ. ഈശ്വരൻ എല്ലാ ദൈവങ്ങളെയും ഉദ്ദേശിച്ചാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്തായാലും സങ്കടങ്ങളില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല അല്ലേ? പക്ഷെ നിങ്ങൾ ഒന്നും ചിന്തിക്കുക, കൈയും കാലം കൊണ്ട് വലിയ ആരോഗ്യങ്ങളൊന്നും ഇവിടെ ഒന്ന് പരിപാടി ആസ്വദിക്കാൻ പറ്റിയ ഒരു ജീവിത സൗന്ദര്യം എന്തായാലും ഉണ്ട്. അതൊന്നും ഇല്ലാത്ത എത്ര ആൾക്കാരാണ്. ഒരു കോവിഡ് വന്നിട്ട് വരെ 2-3 വർഷം അങ്ങനെ പോയി. ഇനി എന്തൊക്കെ വരാൻ പോകുന്നു, നാളെ ഉണ്ടോ ഇതുപോലും അറിയത്തില്ലാത്ത വെറും മനുഷ്യരാണ് നമ്മളൊക്കെ. അപ്പൊ ഈ കിട്ടുന്ന ഈ പ്രസന്റ് ഈ ഒരു മൊമെന്റ് മാത്രമേ നമ്മുടെയൊക്കെ കയ്യിലുള്ളൂ എന്ന വിശ്വാസത്തില് മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്യുക. നാളെ നിങ്ങൾ ജോലി സ്ഥലത്തായിരിക്കും എണ്ണയിൽ ചെയ്യുമ്പോൾ ആൾക്കാരെ കൂടി ചോദിക്കാം, നിങ്ങളുടെ നാട്ടിൽ റിമി ചോദിക്കുന്ന 10 പൈസ കുറയുന്നില്ല, 10 വയസ്സ് കുറേ പോലെയാണ് ഈ പരിപാടി കഴിയുന്നത്. നിങ്ങൾക്ക് പറയേണ്ടി വരട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കൂടെ മനസ്സിൽ വിചാരിക്കാൻ മനസ്സിലൊട്ടും വേണമെന്നത്. ഓക്കെ, എന്റെ നേരെ പകുതി ഇത് ഇന്ത്യ, ഇത് പെർത്ത്, ഇത് ഇന്ത്യക്കാരൻ വെച്ചെടുത്ത് ഇത് നമ്മുടെ കൂടെയുള്ള കുറച്ച് കപ്പിൾസിനെ റിമി ടോമി വിളിച്ചിട്ട് റിമി ടോമി പാടുമ്പം അവർക്കും ഡാൻസ് ചെയ്യാനോ പെർഫോം ചെയ്യാനുള്ള അവസരം കൊടുത്തത് കേട്ടോ. നമുക്ക് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. ആ കൂട്ടത്തിൽ നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട് കുറച്ച് പേരൊക്കെ.
വിചാരിക്കുകയാണെന്ന് ഒരിക്കലും വിചാരിക്കട്ടെ. ഇവിടുന്ന് വേർത്ത് കുളിച്ച് വേണം ഷർട്ട് വരെ കൈ ഇങ്ങനെ തോളത്തിട്ട് പോകുന്ന അവസ്ഥ അത് നിങ്ങൾ കൂടെ വിചാരിക്കണം കേട്ടോ. ഓക്കെ, നാടൻ പാട്ടിന്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ വായിൽ ആരുടെ പേരായിരിക്കും വരുന്നത്. അതിന് ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. അതൊരു പ്രത്യേക ജന്മത്തിൽ ഇനി അങ്ങനെ ഒരാൾ വരാൻ പോകുന്നില്ല. പാട്ട്, ഡാൻസ്, പെർഫോമൻസ്, അതിലുപരി നല്ലൊരു മനുഷ്യ സ്നേഹി എല്ലാം കൊണ്ട് മണിച്ചേട്ടൻ നമ്മുടെ ഇടയിൽ തന്നെ എത്ര തലമുറ വന്നാലും സാധാരണ ഇവിടെ ഉണ്ടല്ലോ ഇതേപോലെയൊക്കെ ഷോ നടക്കുമ്പോൾ അവരുടെ കൂടെ ഒത്തിരി കോമഡി സ്കിറ്റ് ചെയ്യുന്നവരും അല്ലാത്തവരും ഒത്തിരി കലാകാരന്മാർ വേറെ കാണും. പക്ഷേ ഇത് കണ്ടോ, റിമിയുടെ കൂടെ 1-2 പാട്ടുകാർ മാത്രമേ ഉള്ളൂ. ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ പറയില്ല ഒറ്റയാൾ പട്ടാളെന്ന് എന്ന് പറയുന്ന പോലെ റിമി തന്നെ നയിച്ച ഒരു ഒറ്റയാൾ പട്ടാളമായിരുന്നു. ഒരു 3 മണിക്കൂർ നേരത്തേക്ക് സമയം പോയത് നമ്മൾ ആരും അറിഞ്ഞതേ ഇല്ല കേട്ടോ. നല്ല സൂപ്പർ അടിപൊളി പരിപാടിയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം റിമിയുടെ പ്രോഗ്രാം വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് റിമി പറഞ്ഞു അവൾക്ക് ചെറിയ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെന്ന്. എങ്കിൽ പോലും അത് അവരുടെ പെർഫോമൻസിനെ ബാധിക്കുകയോ ഒന്നും ചെയ്തില്ല. ഒരു 3.5 മണിക്കൂർ ഇല്ലെങ്കിൽ റിമി തന്നെ ആ പ്രോഗ്രാം. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ ഡാൻസൊക്കെ ഞാൻ കളിക്കുകയല്ല, എങ്കിൽ പോലും ഡാൻസ് കളിക്കുന്നവർ കഴിയുമ്പോഴത്തേനും കതച്ച് വന്ന് നിൽക്കുന്ന കാണാം. ഇത് പാട്ട്, ഡാൻസ്, എന്തെല്ലാം പെർഫോമൻസ് ആയിരുന്നെന്നറിയാമോ. ഒരു റെസ്റ്റ് ഇല്ലാതെ 3.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ടോ, എനിക്കും റിമിയുടെ കൂടെ സ്റ്റേജിൽ കയറി ഒന്ന് പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടി. അങ്ങനെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല സൂപ്പർ അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ നാട്ടിൽ എവിടെയെങ്കിലും റിമിയുടെ പരിപാടി വന്നെങ്കിൽ എല്ലാവരും പോയി കാണണമെന്നാണ് ഒരു റിമിയുടെ ഡൈ ഹാർട്ട് ഫാനായ എൻ്റെ ആഗ്രഹം. അപ്പോൾ താങ്ക് യു.